അഹങ്കാരികളെ രാമൻ 240 ഒതുക്കി എന്നതടക്കം RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ BJPക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നത്. ഭരണകക്ഷികൾക്ക് അഹങ്കാരം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തി RSS വിമർശനങ്ങൾ തുടരുകയായിരുന്നു. എന്നാൽ കടുത്ത വാക്കുകളിൽ ആഞ്ഞടിച്ച് ഒരു ദിവസം പിന്നിടുന്നതിനു മുൻപ് തന്നെ അത് തിരുത്തി പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. ശ്രീരാമനെ എതിർത്തവരാണ് അധികാരത്തിന് പുറത്തു നിൽക്കുന്നതെന്നായിരുന്നു ഇത്തവണ ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശം. രാമനെ എതിർത്തവരെല്ലാം അധികാരത്തിന് പുറത്താണെന്നും രാമനെ ഏറ്റെടുത്തവരാണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നതെന്നുമാണ് അദ്ദേഹം വെള്ളിയാഴ്ച പറഞ്ഞത്. മോദിയുടെ നേതൃത്വത്തിൽ 3ാം തവണയും സർക്കാർ രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം രാവും പകലും അതിവേഗം പുരോഗമിക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ വിശ്വാസം തഴച്ചു വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ദ്രേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി ശ്രീരാമ വിരുദ്ധരാണെന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തു. ജയ്പൂരിനടുത്തുള്ള കനോട്ടയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇന്ദ്രേഷ് BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഭഗവാനെ ആരാധിക്കുന്നവർ ക്രമേണ അഹങ്കാരികളായി മാറി. ഏറ്റവും വലിയ പാർട്ടി ആയിരുന്നെങ്കിലും അവരുടെ അഹങ്കാരം മൂലം രാമൻ അവരെ 240 സീറ്റിൽ നിർത്തി. ഇന്ദ്രേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഭരിക്കാനുള്ള മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് നേടിയ BJP ഇത്തവണ സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് സർക്കാർ രൂപീകരിച്ചത്. ഇതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു RSS നേതാവിന്റെ പരിഹാസം. 2014 ശേഷമുള്ള പാർട്ടിയുടെ ഏറ്റവും മോശം പ്രകടനം കൂടിയായിരുന്നു 2024 ഈ തെരഞ്ഞെടുപ്പ്. ശ്രീരാമ വിരുദ്ധർ എന്ന് ആക്ഷേപിച്ച് ഇന്ദ്രേഷ് കുമാർ ഇന്ത്യ മുന്നണിയെയും കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ സഖ്യത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ആ പരാമർശം. രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഒരുമിച്ച് 234 നിർത്തി. ദൈവത്തിന്റെ നീതി സത്യവും ആസ്വാദികരവുമാണ്. രാമൻ എല്ലാവർക്കും നീതി നൽകും. രാമൻ നീതിമാനാണ്, അത് അങ്ങനെ തന്നെ തുടരും. രാമൻ എല്ലാവരെയും സംരക്ഷിച്ച ആളാണ്. രാവണന് പോലും നന്മ ചെയ്ത ആളാണെന്നും ഇന്ദ്രേഷ് കുമാർ പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 234 സീറ്റുകളായിരുന്നു നേടിയത്. എന്നാൽ ഇന്ദ്രേഷിന്റെ പ്രസ്താവന വ്യക്തിപരമാണെന്നും നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ അത് പ്രകടിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കണമെന്നുമായിരുന്നു RSS വൃത്തങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ സേവകന് അഹങ്കാരം ഉണ്ടാകില്ലെന്നും ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുകയെന്നും RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവന. രേഷിംബാഗിലെ ഡോക്ടർ ഹെഡ്ഗേവാർ സ്മൃതി ഭവനിൽ സംഘടിപ്പിച്ച RSS പരിശീലന പരിപാടിയിലായിരുന്നു ഭാഗവതിന്റെ വാക്കുകൾ. യഥാർത്ഥ സേവകൻ പ്രവർത്തനത്തിൽ എപ്പോഴും മാന്യത പുലർത്തണം. അത്തരത്തിലുള്ളവർ അവരുടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൽ അഭിരമിക്കില്ല. താനത് ചെയ്തുവെന്ന് അഹങ്കരിക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ സേവകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാകൂ എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇതോടെ BJP RSS ബന്ധത്തിൽ വിള്ളലുണ്ടെന്ന പ്രചാരണവും ശക്തമായി. എന്നാൽ ബന്ധത്തിൽ വിള്ളലുകളില്ലെന്ന് വ്യക്തമാക്കി RSS വൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരുന്നു രാമക്ഷേത്രം. രാമക്ഷേത്രത്തെ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ത്യയിലുടനീളം BJP വോട്ട് തേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടതും രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നായിരുന്നു. മഹാരാഷ്ട്രയിൽ NCP അജിത് പവാർ വിഭാഗവുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെയും RSS മുഖപത്രമായ ഓർഗനൈസർ വിമർശിച്ചിരുന്നു. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS തലവൻ മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തും. ഉത്തർപ്രദേശിലെ തിരിച്ചടിക്ക് കാരണം ആദിത്യനാഥിന്റെ ഇടപെടലുകൾ എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തിയെടുത്ത് പണിതുയർത്തിയ രാമക്ഷേത്രം. രാമക്ഷേത്രത്തെ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ത്യയിലുടനീളം BJP വോട്ട് തേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടതും രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നായിരുന്നു.